ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വെറുതെ നമ്മുടെ തറവാട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. നാട്ടിൽ വന്നപ്പോൾ എൻ്റെ എപ്പോഴും ബിസിയാണ്. ഇതാണ് എൻ്റെ അമ്മക്കുട്ടി. ഇങ്ങോട്ട് നോക്ക്, എങ്ങനെയുണ്ട് മമ്മിയാട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കണേ. അപ്പോൾ ഗൈസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെന്താ, നമ്മളുടെ സ്ഥലം എന്താണെന്ന് നെല്ലിക്കുന്ന കേട്ടോ. നെല്ലിക്കുന്ന തൃശ്ശൂരിലാണ് നമ്മുടെ സ്ഥലം വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ തൃശ്ശൂർ, അതിന് തന്നെ നമ്മൾ റേഷൻ കടയിലാട്ടോ പോണേ. ഞാൻ ആദ്യമായിട്ടാണ് റേഷൻ കടയിലാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഇങ്ങനെയായിരിക്കും എന്ന് കാണാൻ. നമ്മൾ അവിടെ പോയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഗായ്സ് നമ്മൾ റേഷൻ കടയിലേക്ക് എത്തി. അവിടെയാണ് റേഷൻ കട വരുന്നത് കേട്ടോ. എൻ്റെ ആൻറ്റിയുടെ അപ്പുറത്ത് തന്നെയാണ് റേഷൻ കട വരുന്നത്. ഞാൻ എൻ്റെ ആൻറ്റിയുടെ അവിടേക്ക് പെട്ടെന്ന് പോയി, കാരണം നല്ല ചൂടാണ്. ആ ദിവസം മഴയേ ഉണ്ടായിരുന്നില്ല, നല്ല പൊരിഞ്ഞ വെയില. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം ആൻറ്റിയുടെ അവിടേക്ക് പോയി. അമ്മയും കൂടി റേഷൻ കടയിൽ അരി വാങ്ങിക്കാൻ പോകുന്നു. കയറുന്നുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ റേഷൻ കട ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിൽ ഉള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഗായ്സ് നമ്മൾ റേഷൻ കടയിൽ പോയി കഴിഞ്ഞ് റേഷൻ കടയിൽ പോയി കഴിഞ്ഞ് ഇനി നമ്മൾ പോകുന്നത് നേരെ നമ്മൾ എൻ്റെ അപ്പച്ചൻ്റെ മൂത്ത ചേച്ചിയുടെ അവിടേക്കാട്ടോ, വീട്ടിലേക്കാണ് പോകുന്നത്. എൻ്റെ അപ്പച്ചനെ ചിലവർക്ക് അറിയാമായിരിക്കും. എന്തായാലും ഞാനൊരു വീഡിയോയിൽ എൻ്റെ അപ്പച്ചനെ ഞാൻ കൂട്ടിക്കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഈ പോണ ഭാഗം എന്ന് പറയുമ്പോൾ, പോണ പ്രദേശം എന്ന് പറയുമ്പോൾ കനാലും അങ്ങനത്തെ ഏരിയ കേട്ടോ. വെള്ളം അന്ന് മഴ പെയ്യണ ദിവസം, മഴ ഉണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. ഭാഗ്യത്തിന് ഞങ്ങൾ പോണ സമയത്ത് ഉണ്ടായിരുന്നില്ല, ഉച്ച തിരിഞ്ഞായപ്പോഴാണ് മഴ പെയ്ത്. ഞങ്ങൾ പോകുന്നത് രാവിലെ അങ്ങോട്ട് കേട്ടോ, പക്ഷേ വെയിലൊന്നുമില്ല. എന്തായാലും നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെന്താ, നമ്മൾ മൂത്ത ചേച്ചിയുടെ പോകുമ്പോൾ അവിടെ പിള്ളേരുണ്ടാവും. രണ്ട് മൂന്ന് പിള്ളേരുണ്ട്. അവരെന്ന് പറയുമ്പോൾ അവർക്കിന്ന് ലീവാണ്, സ്കൂളിൽ ലീവ്, ഗവൺമെൻറ് ലീവ് എടുത്ത് നോക്കാട്ടോ. മഴയുള്ള, അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. മഴയുള്ള സമയത്ത് ലീവ് കൊടുക്കില്ല, പക്ഷേ ലീവ് കൊടുക്കുന്ന സമയത്ത് മഴ പെയ്യൂല. അങ്ങനത്തെ ഒരു ഇതാണ്. എന്തായാലും ഹാപ്പിയാണ്. എനിക്ക് ബയർ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ലീവൊന്നും കിട്ടാറില്ല. എന്തായാലും ഇതാണ് മമ്മി പഠിച്ച സ്ഥലമാട്ടോ ഈ വഴികളൊക്കെ. അപ്പോൾ ഗായ്സ് നമ്മൾ ആൻറ്റിയുടെ വീട്ടിലൊക്കെ കയറി, വലിയ ആൻറ്റിയും ചെറിയ ആൻറ്റിയുടെ എല്ലാവരും വീട്ടിലൊക്കെ കയറി നമ്മൾ തൃശ്ശൂരിലേക്ക് പോവാണ്. ഒത്തിരി പരിപാടികളുണ്ട്. ഉച്ച നേരമാണ് കേട്ടോ, മഴയൊന്നുമില്ല. പക്ഷെ ഉച്ച തിരിഞ്ഞായപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് അതേ മഴ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക, ഈ വഴികളൊക്കെ എൻ്റെ മമ്മി സ്കൂളിലേക്ക് യാത്ര ചെയ്ത വഴികളൊക്കെ ആട്ടോ ഈ വഴികളൊക്കെ. പിന്നെ എന്താ, അങ്ങനത്തെ വിശേഷങ്ങളാണ്. നമ്മൾ തൃശ്ശൂരിൽ പോയിട്ട് ഇത്തിരി പരിപാടി, എൻ്റെ കണ്ണിലൊന്ന് ടെസ്റ്റ് ചെയ്യണം, പിന്നെ കണ്ണാട വാങ്ങിക്കണം, അങ്ങനെ കുറേ ഇത്തിരി പരിപാടികളുണ്ട്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. പിന്നെ അവിടെ നിന്ന് നല്ല കാഴ്ചകളല്ലേ, നല്ല ഭംഗി. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കാഴ്ച. നടന്നു പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ദുബായിൽ നിന്ന് വന്ന ഒരാൾക്ക് നടന്നു പോകാൻ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ കാഴ്ച കാണാം. അപ്പോൾ ഗായ്സ് നമ്മൾ തൃശ്ശൂർക്ക് പോകാനുള്ള ഓട്ടോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓട്ടോയിൽ കയറി പോവാട്ടോ. അപ്പോൾ ഇത്തിരി പരിപാടികളുണ്ട് തൃശ്ശൂർ പോയിട്ട്. എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യണം. എനിക്ക് കണ്ണിന് എന്തോ കുഴപ്പമെന്ന് തോന്നുന്നുണ്ട്. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇടണം. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കണ്ണാട ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കണം, റെഡി ആയിട്ടുണ്ട്, അത് വാങ്ങിക്കണം. പിന്നെ അവിടെ പോയിട്ട് ഇത്തിരി പരിപാടി, മരുന്നും കമ്മലും അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കാറുണ്ട്. അതിനുവേണ്ടി പോവാണ് ഗായ്സ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ബൈ.